വികസന സാധ്യതകൾ വളരെ വിപുലവുമാണ്. അപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വരുന്ന നിലമ്പൂർ തേക്ക്, ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള തേക്ക് കൃഷി ചെയ്യുന്നത്, വളരുന്നത് നിലമ്പൂരിലാണ്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ നിലമ്പൂരിലാണ്. അതാണ് കനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നത്, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കളക്ടറായിരുന്ന HP കനോലിയാണ് അതിന് മുൻകൈ എടുത്തത്. അതിപ്പോഴും സംരക്ഷിക്കപ്പെടുകയും അതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്. റോൾസ് റോയ്സ് കാറുകളുടെ ഇന്റീരിയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് നിലമ്പൂർ തേക്കാണ് എന്ന് മുൻപ് വായിച്ചതായി ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. 1921 നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് തീവണ്ടിപ്പാത നിർമ്മിക്കാൻ ബ്രിട്ടനെ പ്രേരിപ്പിച്ചത് നിലമ്പൂരിൽ നിന്നും തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനായിരുന്നു. അത് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. ഷൊർണൂർ നിലമ്പൂർ 66 കിലോമീറ്റർ റെയിൽവേ ലൈൻ നിലമ്പൂരിൽ നിന്നും തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു റെയിൽവേ ലൈനാണ്. പിന്നീട് അത് പാസഞ്ചർ ട്രെയിനുകൾ ഓടി എന്ന് മാത്രമേ. അത്രമാത്രം വിശിഷ്ടമായിരുന്നു നിലമ്പൂരിലെ തേക്ക്. എന്നാൽ തേക്ക് അധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു വ്യവസായം നിലമ്പൂരിൽ ആലോചിച്ചിട്ടില്ല. 1980 നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റ് നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രീസ് എന്ന വ്യവസായ സ്ഥാപനം ഇവിടെ ആരംഭിച്ചു. എന്നാൽ പിന്നീട് അത് UDF ഗവൺമെന്റിന്റെ കാലത്ത് അടച്ചുപൂട്ടി എന്നതാണ് വസ്തുത. ഇപ്പോഴതില്ല. ഇപ്പോൾ 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനവും നിലമ്പൂരിലില്ല. മരവ്യവസായത്തിന്റെ, പ്രത്യേകിച്ച് തേക്ക് അധിഷ്ഠിത വ്യവസായത്തിന്റെ അനന്തമായ സാധ്യതകൾ നിലമ്പൂരിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇതൊരു പ്രാഥമിക നിരീക്ഷണം മാത്രമാണ്. അത് ശാസ്ത്രീയമായ ആഴത്തിലുള്ള പരിശോധനയും പഠനവും ഒക്കെ ഏതൊരു വ്യവസായത്തിന്റെയും പ്രാഥമിക ഘട്ടത്തിൽ ആവശ്യമായിട്ട് വരും.